Now let us see the classification of food preservatives. According to the PFA Act, food preservatives can be classified as Class 1 and Class 2 preservatives. So, food preservatives can be classified into Class 1 and Class 2 preservatives. Now, what are Class 1 preservatives? Let us see. They are the naturally used food preservatives like salt, sugar, vinegar, spices, honey, etc. So, Class 1 preservatives are the naturally or traditionally used food preservatives like salt, sugar, vinegar, spices, honey, etc. All these substances belong to Class 1 preservatives. These Class 1 preservatives controls the growth of microorganisms responsible for the decomposition of food. നമുക്കറിയാം ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പിക്കിൾസ് ഉണ്ടാക്കാൻ അല്ലേ, പിക്കിൾസ് ഉണ്ടാക്കുമ്പോൾ എക്സസ് എമൗണ്ട് സോൾട്ട് നമ്മൾ ആഡ് ചെയ്യും, അതിലേക്ക് വിനെഗർ ആഡ് ചെയ്യും, അതുപോലെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ സോൾട്ടിങ് ചെയ്യാറുണ്ട് അല്ലേ, മാങ്ങയൊക്കെ നമ്മൾ ഉപ്പിലിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ എന്താണ് ചെയ്യുന്നത് അവിടെ, ക്ലാസ് 1 പ്രിസർവേറ്റീവ്സ് അല്ലേ, നാച്ചുറൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആണ് നമ്മളവിടെ ആഡ് ചെയ്യുന്നത്. പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത വഴി നമുക്ക് നമ്മുടെ ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസിനെ എല്ലാം നമുക്ക് ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ ഷുഗർ സൊല്യൂഷനിൽ അല്ലെങ്കിൽ ഹണിയിലെല്ലാം നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം അത് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. സോ ഹാവ് യു എവർ തോട്ട് ഓഫ് ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ? ഇപ്പം നമ്മൾ സോൾട്ടിങ് ഓഫ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു, അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ മൈക്രോബ്സിനെ എങ്ങനെയാണ് ഈ സോൾട്ട് നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ആക്ച്വലി വാട്ട്സ് ഹാപ്പനിങ് ദെയർ ഈസ് എ പ്രോസസ് ഫിനോമിനൻ കോൾഡ് ഓസ്മോസിസ്. ഓസ്മോസിസ് ആണ്. എക്സസ് കോൺസെൻട്രേഷൻ ഉള്ള സോൾട്ട് സൊല്യൂഷനിൽ ഇപ്പോൾ മൈക്രോബ്സ് ഉണ്ടെങ്കിൽ മൈക്രോബ്സിന്റെ ബോഡിയിലുള്ള ഫ്ലൂയിഡ് അല്ലേ, അതിന്റെ സെൽ വോൾ, ബാക്ടീരിയ ഒക്കെ ആണെങ്കിൽ സെൽ വോള് സെമി പെർമിയബിൾ മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ പുറത്തേക്ക് വരും അല്ലെ. അങ്ങനെ ഓസ്മോസിസ് നടന്നിട്ടാണ് ഈ മൈക്രോ ഓർഗാനിസംസ് നശിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന സോൾട്ട്, ഷുഗർ, വിനെഗർ, സ്പൈസസ്, ഹണി പോലെയുള്ള സബ്സ്റ്റൻസസ് ആണ് ക്ലാസ് 1 പ്രിസർവേറ്റീവ്സിൽ പെടുന്നത്. Now let's see what are class 2 preservatives. These are chemical preservatives mainly used in fruit and vegetable products. Fruit, vegetable products preserve ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ആണ് ക്ലാസ് 2 preservatives. These class 2 preservatives can be again classified into organic preservatives and inorganic preservatives. Class 2 preservatives നമുക്ക് ഓർഗാനിക് പ്രിസർവേറ്റീവ്സ് എന്നും ഇനോർഗാനിക് പ്രിസർവേറ്റീവ്സ് എന്നും രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. So, class 2 preservatives are classified into organic preservatives and inorganic preservatives. Now let us see what are organic preservatives. Examples for organic preservatives are benzoic acid and sodium benzoate. Benzoic acid അതിന്റെ sodium salt, sodium benzoate നമുക്ക് organic preservatives ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കോമ്പൗണ്ട്സ് ആണ്. Another example is esters of para-hydroxybenzoic acid. Para-hydroxybenzoic acidന്റെ എസ്റ്റേഴ്സിനെ നമുക്ക് ഓർഗാനിക് പ്രിസർവേറ്റീവ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ സോർബിക് ആസിഡ്, സോർബിക് ആസിഡിന്റെ സോഡിയം സോൾട്ട് അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട്, sodium or potassium salt of sorbic acid can also be used as organic preservative. Similarly, sodium or calcium propionate also shows this preservative action. Then epoxide, another family of organic preservatives are epoxides. So examples are benzoic acid and sodium benzoate, esters of para-hydroxybenzoic acid, sodium or potassium salt of sorbic acid, sodium and calcium propionate, epoxides. Now let us see each of them in detail. First one, benzoic acid and sodium benzoate. Benzoic acid or sodium benzoate, they have a pH range of 2.5 to 4 എന്ന് പറഞ്ഞാൽ എന്താണ്, acidic ആണല്ലേ. And in this acidic media prevents the growth of microorganisms. So benzoic acid has a pH range of 2.5 to 4 and hence prevents the growth of microorganisms. Microorganisms cannot survive in this acidic pH range. And when we compare benzoic acid and sodium benzoate, sodium
benzoate, that is sodium salt of benzoic acid, is preferred over benzoic acid due to high water solubility. Benzoic acid and sodium benzoate നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സോഡിയം ബെൻസോയിറ്റിന് വാട്ടർ സോല്യൂബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രിസർവേറ്റീവ് ആക്ഷൻ ഏതാണ്, അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്, സോഡിയം ബെൻസോയേറ്റ് ആണ്. മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സും അതുപോലെയുള്ള അസിഡിക് ഫുഡ് പ്രോഡക്ട്സിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ബെൻസോയിക് ആസിഡ് മെറ്റബോളൈസ് ചെയ്തിട്ട് ഹിപ്യൂറിക് ആസിഡ് ആയിട്ട് മാറും. ഈ ഹിപ്യൂറിക് ആസിഡ് ബോഡിയിൽ നിന്ന് നോർമലായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യും. അപ്പോൾ നമ്മളൊരു ഫുഡ് അഡിറ്റീവ്, ഏത് തരം ഫുഡ് അഡിറ്റീവ് ആവട്ടെ, അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നുകിൽ അത് നോർമലായിട്ട് മെറ്റബോളൈസ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് അതിൻ്റെ ബൈ പ്രോഡക്ട്സ് എക്സ്ക്രീറ്റ് ചെയ്ത് പോകണം, ഇല്ലെങ്കിൽ ആസച്ച് ബോഡിക്ക് ഹാംഫുൾ സൈഡ് ഇഫക്ട്സ് ഒന്നും ഉണ്ടാവാതെ ആസച്ച് ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നവയായിരിക്കണം എന്ത് ഫുഡ് അഡിറ്റീവ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്സ്. അതായത് നമ്മുടെ ബോഡിക്ക് അതുകൊണ്ടൊരു ഹാംഫുൾ ഇഫക്റ്റ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ ബെൻസോയിക് ആസിഡ് അല്ലെങ്കിൽ സോഡിയം ബെൻസോയിറ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ it is metabolized to hippuric acid and is excreted normally without causing any health issues to our body. So we have seen the first type of organic preservative, benzoic acid and sodium benzoate. Remember, it gives a acidic pH range, acidic media, and in that acidic medium these microorganisms will not survive. Second type is esters of para-hydroxybenzoic acid. So it can be methyl ester of para-hydroxybenzoic acid, ethyl ester of para-hydroxybenzoic acid, propyl ester of para-hydroxybenzoic acid, or heptyl ester of para-hydroxybenzoic acid. So in general we can say esters of para-hydroxybenzoic acid can be used as an organic preservative. It is also used in pickles, soft drinks, syrup, beer and baked food. These esters of para-hydroxybenzoic acid also shows its preservative action by inhibiting the growth of molds and yeast. Mold, yeast ഇതുപോലെയുള്ള മൈക്രോബ്സിന്റെ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യുന്നത് വഴി esters of para-hydroxybenzoic acid preservative action കാണിക്കുന്നു. Third type is, or third example is sodium salt of sorbic acid or potassium salt of sorbic acid. It also controls the growth of mold and yeast. It is used in processed cheese, pickles, baked food, fish and meat products. അപ്പോൾ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്സ് സോർബിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ്, ചീസ് പോലെയുള്ള ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ പിക്കിൾസ്, ബേക്ക്ഡ് ഫുഡിൽ ഫിഷ്, മീറ്റ് ഇതെല്ലാം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സോഡിയം or potassium salt of sorbic acid നമുക്ക് യൂസ് ചെയ്യാം. Now the other type, fourth example is sodium and calcium propionate. It is used in bread and cakes to inhibit the growth of molds. ബ്രെഡിലും കേക്കിലും അതുപോലുള്ള ബേക്ക് ചെയ്തെടുക്കുന്ന ബേക്കറി ഗുഡ്സ് കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സോഡിയം ആൻഡ് കാൽഷ്യം പ്രൊപ്യോണേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. And the other type is epoxide. Another example is epoxide. It can be ethylene oxide or propylene oxide. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോക്സൈഡ്സ് ഏതാണ് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? എത്തിലീൻ ഓക്സൈഡ് അല്ലെങ്കിൽ പ്രൊപ്പിലീൻ ഓക്സൈഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോക്സൈഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിസർവ് ലോ മോയ്സ്ചർ ഫുഡ്സ് ലൈക്ക് സ്പൈസസ്, ഡ്രൈഡ് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്. ഇപ്പോൾ സ്പൈസസ് അല്ലെങ്കിൽ നമുക്കറിയാം നട്ട്സ് അല്ലേ, കാഷ്യൂ നട്ട്, അതുപോലെയുള്ള ഡ്രൈഡ് നട്ട്സും അതുപോലെ റേസിൻസ്, ഡ്രൈഡ് ഫ്രൂട്ട്സ് അതുപോലെയുള്ള സാധനങ്ങളെല്ലാം ലോ മോയ്സ്ചർ ഫുഡ് ഐറ്റംസ് ആണ്. നമ്മൾ ഡ്രൈ ആക്കി തന്നെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ മോൾസ് ഒക്കെ അതിൽ ഫംഗസ് ഒക്കെ വളരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇത്തരം ലോ മോയ്സ്ചർ ഫുഡ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോക്സൈഡ്സ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്പൈസസ് അല്ലെങ്കിൽ ഡ്രൈഡ് ഫ്രൂട്ട്സ്, നട്ട്സ് പോലെയുള്ള ലോ മോയ്സ്ചർ ഫുഡ് ഐറ്റം നമ്മളൊരു ക്ലോസ്ഡ് ചേംബറിൽ എടുത്തിട്ട് ഈ വേപ്പേഴ്സ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ ഫുഡ് ഐറ്റംസ് ആർ these food items are exposed to vapors of epoxide in a closed chamber that kills microorganisms, spores and viruses. മൈക്രോഓർഗാനിസത്തിന്റെ അതിന്റെ സ്പോർസും വൈറസസിനെ എല്ലാം നശിപ്പിക്കാനുള്ള കപ്പാസിറ്റി എന്തിനുണ്ട്? ഇപ്പോക്സൈഡ്സ് ഉണ്ട്. ഓർത്തിരിക്കുക, ഇപ്പോക്സൈഡ് ഡ്രൈഡ് അല്ലെങ്കിൽ ലോ മോയ്സ്ചർ ഫുഡ് ഐറ്റംസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Now let us see the second category of class 2 preservatives, inorganic preservatives. Inorganic preservatives നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് സോഡിയം മെറ്റ
ബൈസൾഫേറ്റ്സ് Na2SO5 അല്ലെങ്കിൽ പൊട്ടാസ്യം മെറ്റാ ബൈസൾഫേറ്റ് K2SO5. ഈ രണ്ട് കോമ്പൗണ്ടാണ് ജനറൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇനോർഗാനിക് പ്രിസർവേറ്റീവ്സ്. ഈ സോഡിയം മെറ്റാ ബൈസൾഫേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം മെറ്റാ ബൈസൾഫേറ്റ്സ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ സൾഫർ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും, SO2. ഈ സൾഫർ ഡയോക്സൈഡ് ആണ് ആക്ച്വലി മൈക്രോബ്സിനെ നശിപ്പിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ സൾഫൈഡ്സ് ആക്ട് ചെയ്യുന്നത്? The sulfides inhibit the enzyme lactate dehydrogenase, which is the reason for microbial action. അപ്പോൾ മൈക്രോബ്സിന്റെ പ്രസൻസിൽ എൻസൈമാറ്റിക് ഡീകമ്പോസിഷൻ ആണ് നമ്മൾ പറഞ്ഞല്ലേ. ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആണ് ഫുഡിന്റെ ഡീകമ്പോസിഷന് കാരണമാകുന്നത്. അപ്പോൾ ഈ സൾഫൈഡ്സ് ആക്ച്വലി ദ ഇൻഹിബിറ്റ് ദ എൻസൈം ഇറ്റ് സെൽഫ്. ആ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുക വഴിയാണ് ഫുഡിന്റെ ഡീകമ്പോസിഷൻ പ്രിവെന്റ് ചെയ്യുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം, ഈ സോഡിയം അല്ലെങ്കിൽ മെറ്റാ ബൈസൾഫൈഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ സോല്യൂബിൾ ഇൻ ന്യൂട്രൽ ആൻഡ് ആൽക്കലൈൻ അല്ലേ. ന്യൂട്രൽ മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും അത് സോല്യൂബിൾ ആണ്. പക്ഷേ ഒരു അസിഡിക് ഫുഡ് അല്ലെങ്കിൽ അസിഡിക് മീഡിയം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് അസിഡിക് മീഡിയത്തിൽ ഡീകമ്പോസ് ചെയ്യും. സോ ഇസ് ഇറ്റ് സേഫ് ടു യൂസ് സോഡിയം മെറ്റാ ബൈസൾഫേറ്റ്സ് അല്ലെങ്കിൽ പൊട്ടാസ്യം മെറ്റാ ബൈസൾഫേറ്റ്സ് ഇൻ അസിഡിക് ഫുഡ് ഐറ്റംസ്? No, it is not recommended, right? And sodium metabisulfate or potassium metabisulfate has better preservative action than sodium benzoate. Sodium benzoate നേക്കാളും ഓർഗാനിക് പ്രിസർവേറ്റീവ് ആയ സോഡിയം ബെൻസോയേറ്റിനേക്കാളും ബെറ്റർ പ്രിസർവേറ്റീവ് ആക്ഷൻ തരുന്നു നമ്മുടെ ഇനോർഗാനിക് പ്രിസർവേറ്റീവ് ആയ സോഡിയം മെറ്റാ ബൈസൾഫേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം മെറ്റാ ബൈസൾഫേറ്റ്. It kills bacteria and molds. Its preservative action is, as you can see here in this chemical equation, sodium metabisulfate decomposes into Na2SO3 and SO2 sulfur dioxide gas. This sulfur dioxide will combine with water in the media forming sulfurous acid H2SO3. This sulfurous acid is the actual chemical component which is killing the microbes. അപ്പം സോഡിയം മെറ്റാബൈസൾഫേറ്റ്സ് ഡീകമ്പോസ് ചെയ്തിട്ടുണ്ടാകുന്ന സൾഫർ ഡയോക്സൈഡ് നമ്മുടെ മീഡിയത്തിലുള്ള വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് സൾഫ്യൂറസ് ആസിഡ് ഉണ്ടാകും. ഈ സൾഫ്യൂറസ് ആസിഡ് ആണ് ആക്ച്വൽ പ്രിസർവേറ്റീവ് ആക്ഷൻ തരുന്നത്. ഇനി സെക്കൻഡ് എക്സാമ്പിൾ, ഇനോർഗാനിക് പ്രിസർവേറ്റീവിന് അനദർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സൾഫർ ഡയോക്സൈഡ് SO2 ഇറ്റ്സെൽഫ് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. ക്യാൻ ബി ഡയറക്ട്ലി യൂസ്ഡ് ആസ് എ പ്രിസർവേറ്റീവ് ഇൻ ഫ്രൂട്ട്സ് ആൻഡ് vegetables. So we have seen what are food preservatives, how are they classified, the general classification into class 1 and class 2 preservatives, and then we also discussed about classification of class 2 preservatives into organic preservatives and inorganic preservatives. We have seen different compounds which are used as preservatives belonging to these two families, organic preservatives and inorganic preservatives. We have also seen their functions, how they work also. Now let us see what are the side effects of preservatives. So there is one compound called sodium nitrate which is commonly added into meat, especially to preserve its red color. Okay, so when we cook this meat containing sodium nitrate, what happens? The sodium nitrate gets converted into nitrosamine. This compound, nitrosamine, is carcinogenic compound and may cause stomach cancer. അപ്പോൾ റെഡ് മീറ്റിൽ എസ്പെഷ്യലി ബീഫിലൊക്കെ അതിൻ്റെ റെഡ് കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ഫുഡ് പ്രിസർവേറ്റീവ് ആണ് സോഡിയം നൈട്രേറ്റ്. ഈ സോഡിയം നൈട്രേറ്റ് കുക്കിംഗ് ടൈമിൽ ഇപ്പോൾ നമ്മൾ മീറ്റ് വാഷ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ സോഡിയം നൈട്രേറ്റ് പോയില്ല എങ്കിൽ കുക്കിംഗ് ടൈമിൽ സോഡിയം നൈട്രേറ്റ് നൈട്രോസാമീൻ ആയിട്ട് മാറും. ഈ നൈട്രോസാമീൻ എന്ന് പറയുന്നത് ഒരു കാർസിനോജനിക് ക്യാൻസർ കോസിംഗ് കോമ്പൗണ്ട് ആണ്. അത് സ്റ്റൊമക് ക്യാൻസറിന് കാരണമാകാം. ദെൻ സോൾട്ടഡ് ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുമ്പോൾ ഒരുപാട് അളവിൽ നമ്മൾ കഴിക്കേണ്ട വാട്ട് ഹാപ്പൻസ്, ഇറ്റ് മേ ലീഡ് ടു ഹൈ ബ്ലഡ് പ്രഷർ അല്ലെ. ബ്ലഡ് പ്രഷർ കൂടാം, അതുവഴി ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാം. ദെൻ ഈറ്റിംഗ് ടു മച്ച് ഷുഗർ കണ്ടെയ്നിങ് ഫുഡ് മേ കോസ് ഒബേസിറ്റി, ടൂത്ത് ഡീക്കേ ആൻഡ് ഡയബറ്റിസ്. ഒരുപാട് ഷുഗർ കണ്ടെയ്നിങ് ഫുഡ് കഴിച്ചാൽ ഒബേസിറ്റി അല്ലെങ്കിൽ ടൂത്ത് ഡീക്കേ, ഡയബറ്റിസ് പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദെൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സൾഫർ ഡയോക്സൈഡ് അല്ലെ ഇനോർഗാനിക് പ്രിസർവേറ്റീവ്, ഇത് ചില ആൾക്കാരിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ ആസ്മ അല്ലെങ്കിൽ അലർജീസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ സോഡിയം നൈട്രേറ്റ് ക്യാൻസർ കോസിംഗ് ആണ്.
സോൾട്ടഡ് ഫുഡ് കൂടുതലായിട്ട് കഴിച്ചാൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള ഇഷ്യൂസ് ഉണ്ടാവാം.